മലാപ്പറമ്പ് AUP സ്കൂൾ അടച്ചുപൂട്ടുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് കോഴിക്കോട് നടന്നത്. സ്കൂൾ സംരക്ഷണ സമിതി പ്രവർത്തകരും യുവജന വിദ്യാർത്ഥി സംഘടനകളുടെയും നേതൃത്വത്തിൽ നൂറുകണക്കിന് പേർ സമരത്തിൽ അണിനിരന്നു. നാളെ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ അനുകൂല നിലപാടുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സമരസമിതി. സുപ്രീം കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ സ്കൂൾ അടച്ചുപൂട്ടുന്നതിനുള്ള നടപടിക്രമങ്ങൾ നടക്കുമെന്ന സൂചനയെ തുടർന്ന് രാവിലെ മുതൽ സ്കൂളിൽ പ്രതിഷേധം ആരംഭിച്ചിരുന്നു. രാവിലെ കോടതി ഉത്തരവുമായി AEO എത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. സ്കൂളിന് മുന്നിൽ വൻ പോലീസ് സന്നാഹവും ഒരുക്കിയിരുന്നു. ഇതേ തുടർന്ന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറുകണക്കിന് പ്രവർത്തകർ സ്കൂളിന് മുന്നിൽ ശക്തമായ പ്രതിരോധം തീർത്തു. ഉച്ചയോടെ പോലീസിനെ പിൻവലിച്ചെങ്കിലും വീണ്ടും പോലീസ് സംരക്ഷണത്തിൽ DDEയുടെ നേതൃത്വത്തിൽ കോടതി ഉത്തരവ് നടപ്പിലാക്കുമെന്ന വിവരം ലഭിച്ചതോടെ പ്രതിഷേധം ശക്തമായി. സ്കൂൾ ഏറ്റെടുക്കുന്നതുൾപ്പെടെയുള്ള കാര്യത്തിൽ തിരുവനന്തപുരത്ത് ചർച്ചകൾ സജീവമായി നടക്കുന്നതിനാൽ പിന്നീട് തീരുമാനം മാറ്റുകയായിരുന്നു. സ്കൂൾ ഏറ്റെടുക്കുന്ന കാര്യത്തിൽ നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ അനുകൂല നടപടിയുണ്ടാകുമെന്ന് തന്നെയാണ് സമരസമിതി പ്രവർത്തകരുടെ പ്രതീക്ഷ. പ്രദീപ് കുമാർ MLA. ഈ സ്കൂൾ ഏത് വിധേനയും സംരക്ഷിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സമിതി പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളത് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഈ നിയമക്കുരുക്കിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് UDF സർക്കാരിൻ്റെ വഞ്ചനാപരമായ നിലപാടാണെന്ന് ഉള്ളത് നമ്മൾ മറക്കരുത്. പക്ഷേ LDF ഗവൺമെൻറ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ ഗവൺമെൻറ് നിയമക്കുരുക്കഴിക്കാൻ സാധ്യമായതൊക്കെ ചെയ്യുകയാണ് സ്കൂൾ സംരക്ഷിക്കാൻ. സുപ്രീം കോടതി വിധിയും പ്രതിഷേധവുമെല്ലാം നിലനിൽക്കുമ്പോഴും സ്കൂളിലെ 1 മുതൽ 7 വരെയുള്ള ക്ലാസുകളിൽ അധ്യയനം കൃത്യമായി നടന്നു. ഭൂരിഭാഗം വിദ്യാർത്ഥികളും സ്കൂളിലെത്തിയിരുന്നു. തുടർ നടപടികളെക്കുറിച്ച് സമരസമിതി യോഗം ചേർന്ന് വിലയിരുത്തി. സ്കൂൾ അടച്ചുപൂട്ടാനുള്ള നീക്കം നടന്നാൽ നാളെയും ശക്തമായ പ്രതിഷേധം തുടരാനാണ് സമരസമിതിയുടെ തീരുമാനം. സിജു കണ്ണൻ, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അമേരിക്കയിൽ സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് ബരാക് ഒബാമയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ഇതിനായി മോദി വൈറ്റ് ഹൌസിലെത്തി. മോദി US കോൺഗ്രസിനെയും അഭിസംബോധന ചെയ്യും. പ്രധാനമന്ത്രിയായതിനു ശേഷം ഇത് 4ാം തവണയാണ് നരേന്ദ്രമോദി അമേരിക്ക സന്ദർശിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയുമായുള്ള 7ാമത്തെ കൂടിക്കാഴ്ചയാണ് ഇപ്പോഴത്തെ സന്ദർശനത്തിന്റെ ഭാഗമായി നടക്കാനിരിക്കുന്നത്. US കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. അമേരിക്കൻ കോൺഗ്രസിനെ അഭിസംബോധന ചെയ്യുന്ന 5ാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അമേരിക്കയിലെ വ്യവസായ പ്രമുഖന്മാരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. സ്വിറ്റ്സർലൻഡിൽ നിന്നും വാഷിംഗ്ടണിലെത്തിയ മോഡിക്ക് ഊഷ്മളമായ വരവേൽപ്പാണ് ലഭിച്ചത്. ഇന്ത്യയിലെ അമേരിക്കൻ സ്ഥാനപതി റിച്ചാർഡ് വർമ്മ, US പ്രോട്ടോകോൾ ഡെപ്യൂട്ടി ചീഫ് നതാലി ജോൺസ് തുടങ്ങിയവർ ചേർന്ന് വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. വാഷിംഗ്ടണിലെ ആർലിംഗ്ടൺ ദേശീയ സെമിത്തേരി സന്ദർശിച്ച പ്രധാനമന്ത്രി സ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. ബഹിരാകാശ ദൗത്യത്തിനിടെ അന്തരിച്ച ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരിയായ കൽപ്പന ചൗളയുടെ സ്മൃതി മണ്ഡപത്തിൽ മോഡി പുഷ്പാർച്ചന നടത്തി. കൽപ്പന ചൗളയുടെ ഭർത്താവ് ജീൻ പിയേര ഹാരിസനുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ന്യൂസ് ബ്യൂറോ, ദില്ലി. കോഴിക്കോട് സെറിബ്രൽ മലേറിയ സ്ഥിരീകരിച്ചു. കോഴിക്കോട്ടെ ഒരു വീട്ടിലെ കുട്ടികൾ ഉൾപ്പെടെയുള്ള 5 പേർക്കാണ് സെറിബ്രൽ മലേറിയ സ്ഥിരീകരിച്ചത്. ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് എലത്തൂർ സ്വദേശികളായ ഒരു കുടുംബത്തിലെ 5 പേർക്കാണ് തലച്ചോറിനെ ബാധിക്കുന്ന സെറിബ്രൽ മലേറിയ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കൊതുകിലൂടെയാണ് ഈ രോഗം പടരുന്നത്. സാധാരണ പനിയായിരുന്നു തുടക്കം. പിന്നീട് ശരീരവേദനയിലേക്കും നടക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കും എത്തപ്പെട്ടു. തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സാധാ പനി പോലുള്ള പനി തന്നെ. പിന്നെ അവിടെ നിന്ന് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പനി കൂടി, അങ്ങനെ അവശനായ നിലയിലായി. അങ്ങനെ ബീച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ബീച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു ഡോക്ടർ പരിശോധിച്ചപ്പോൾ പറഞ്ഞു പനി മലേറിയ പനിയാണെന്നുള്ളത് പറഞ്ഞു. അപ്പം ഹെൽത്തിൽ നിന്ന് ആളുകളൊക്കെ വീട്ടിൽ വന്ന്, ഉദ്യോഗസ്ഥന്മാരൊക്കെ വീട്ടിൽ വന്ന് 2 ദിവസമായിട്ട് ഇന്നും ഇന്നലെയായിട്ട് അവർ എല്ലാ വേണ്ടമായിട്ടുള്ളതൊക്കെ ചെയ്ത് ഞങ്ങളുടെ വീട്ടിലെല്ലാവരെയും അവർ ടെസ്റ്റ് ചെയ്തു. രോഗബാധിതരിൽ 3 പേർ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലും ഗുരുതരാവസ്ഥയിലുള്ള 2ഉം 4ഉം വയസ്സുള്ള കുട്ടികളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. രോഗം മറ്റുള്ളവരിലേക്ക് പടർന്നോ എന്നറിയാൻ ആരോഗ്യവകുപ്പ് പ്രദേശത്ത് രക്തപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രദേശത്ത് താമസമാക്കിയ വടക്കേ ഇന്ത്യക്കാരിൽ നിന്നാണോ രോഗം പടർന്നത് എന്നും ആരോഗ്യവകുപ്പ് സംശയിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.